Hi, hello, welcome to the second video of Meta Ads. So, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മെറ്റാ ആഡ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് പോയിട്ട് കാണാം. എന്നതിന് ശേഷം മാത്രം നമ്മൾ സെക്കൻഡ് വീഡിയോ കാണുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഷോർട്ടായിട്ട് പറയാണ്. അതായത് ആഡ്സ് എന്ന് പറയുന്ന സമയത്ത് ബിഗിനേഴ്സിൻ്റെ മൈൻഡിൽ ഉണ്ടാകുന്നത് എന്താണ്? നമ്മൾ ഇൻസ്റ്റയിൽ കാണുന്ന പോലെ ബൂസ്റ്റ് പോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പേജിൽ ഏതെങ്കിലും പോസ്റ്റ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുന്ന ചെറിയൊരു പരിപാടിയാണ്. പക്ഷെ അത് വളരെ ലിമിറ്റഡ് ആണ് എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി മെറ്റാ ആഡ്സ് എന്ന് പറയുന്നത് ഒരു ആഡ് മാനേജറാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ആഡ് അക്കൗണ്ട് ഉണ്ടാക്കിയ ശേഷം അതുവഴി ഒരു പ്രൊഫഷണൽ അഡ്വർടൈസ്മെൻറ്റ് മെത്തേഡിലേക്ക് നമ്മൾ മാറുക. അതാണ് ആക്ച്വലി മെറ്റാ ആഡ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ പറയാൻ പോകുന്നത് ഫേസ്ബുക്ക് ആഡ്സിൻ്റെ എക്കോസിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. അതിന് മെയിൻലി 3 പാർട്ടാണുള്ളത്. ഒന്ന് ഫേസ്ബുക്ക് പ്രൊഫൈല്, ദെൻ ഫേസ്ബുക്ക് പേജ്, ദെൻ ഫേസ്ബുക്ക് ആഡ് അക്കൗണ്ട്. ഈ 3 സിസ്റ്റങ്ങളാണ് നമുക്കുള്ളത്. അതിൽ ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതായത് ഒരാൾ അക്കൗണ്ട് ഉണ്ടാക്കുന്നു. ഇപ്പം ഞാനൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്, അതുപോലെ തന്നെ ആ ഒരു പേജ് യൂസ് ചെയ്യുകയാണ്. അതിനാണെന്ന് പറയുന്നത് ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഒരു പേഴ്സണിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊഫൈൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഈ ഒരു ആഡിൻ്റെ ഇമ്പോർട്ടൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ അവിടെ മാൻഡേറ്ററി ആണ്. പിന്നെ രണ്ടാമതിലേക്ക് വരുന്നത് ഫേസ്ബുക്ക് പേജ്. അതായത് റെപ്രസെൻറ്റ്സ് എ ബിസിനസ് അല്ലെങ്കിൽ എനി അതർ എൻറ്റിറ്റി വിച്ച് നീഡ്സ് ടു കമ്മ്യൂണിക്കേറ്റ് ടു ഫാൻസ് ഓർ കസ്റ്റമേഴ്സ്. അതായത് ഏതെങ്കിലും ഒരു ബിസിനസ് ആവാം, അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എൻറ്റിറ്റി ആവാം. കസ്റ്റമറിലേക്ക് എത്താനും അതുപോലെ തന്നെ കസ്റ്റമർ സർവീസസ് നടത്താനൊക്കെ വേണ്ടിയിട്ട് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഏരിയ ആണത് ഫേസ്ബുക്ക് പേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ആഡ് റൺ ചെയ്യുന്നത് ഒരു കമ്പനിയുടെ പേജിലൂടെ ആയിരിക്കും എന്നുള്ളതാണ്. ഈ പേജിന് ഒരു ആഡ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ആഡ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു വലിയ പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുന്നത്. ഒരു കമ്പനിയുടെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുകയും അതിന് സബായിട്ട് അല്ലെങ്കിൽ അതിനൊരു കണക്റ്റീവ് ആയിട്ടുള്ള ഒരു ആഡ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതിലെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ എല്ലാ പ്രോസസ്സും നടക്കുന്നത് ആ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് വെച്ചിട്ടാണ്. നമ്മുടെ ഈ ഒരു പേജ് മാത്രം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കമ്പനിയുടെ പേജ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആഡ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇനി ഫ്യൂച്ചറിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാം ഈ ആഡ് അക്കൗണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്, പേയ്മെൻറ്റ് പ്രോസസ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ആഡ് കൊടുക്കുന്നത് തുടങ്ങിയിട്ടുള്ള എന്താണ് ആഡിൻ്റെ പല മെത്തേഡ്സ്, വീഡിയോ ആയിട്ടാണോ അല്ലെങ്കിൽ ഇമേജസ് ആയിട്ടാണോ സ്ലൈഡ്സ് ആയിട്ടാണോ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഏരിയയും നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ഫ്യൂച്ചർ ഏരിയാസിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 3 ഏരിയാസ് എന്ന് പറയുന്നത് ബിസിനസ് പ്രൊഫൈല്, ഫേസ്ബുക്ക് പ്രൊഫൈല്, ഫേസ്ബുക്ക് പേജ്, ആഡ് അക്കൗണ്ട്. ഈ 3 സാധനങ്ങൾക്ക് പുറമെ നമ്മൾ സാധാരണക്കാർ കാണാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത ഒരു പലതരത്തിലുള്ള എക്സ്റ്റൻഷൻസ് ഫേസ്ബുക്കിനുണ്ട്. അതിൽ പെട്ടിട്ടുള്ള ഒരു എക്സ്റ്റൻഷനാണ് അല്ലെങ്കിൽ ഒരു ടൂളാണ് ബിസിനസ് മാനേജർ എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ 3 ഏരിയാസിനെയും യോജിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ബിസിനസ് മാനേജർ എന്ന് പറയുന്ന ടൂളിൻ്റെ കീഴിലാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, ഈ 3 ഏരിയാസ് വർക്ക് ചെയ്യുന്നത്. അതായത് ഫേസ്ബുക്ക് പ്രൊഫൈലും ഫേസ്ബുക്ക് പേജും പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള മെയിൻ ഏരിയ എന്ന് പറയുന്നത് ആഡ് അക്കൗണ്ടും. ഈ 3ഉം വർക്ക് ചെയ്യുന്നത് എവിടെയാണ്, ബിസിനസ് മാനേജറിൻ്റെ കീഴിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ 3നെയും കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ പോകുന്നത് ഈ ബിസിനസ് മാനേജർ വഴിയാണ്. അതൊരു സെപ്പറേറ്റ് എക്സ്റ്റൻഷനാണ് ഫേസ്ബുക്കിൻ്റെ. മെറ്റാ ആഡ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2-3 സെനാറിയോസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സെനാറിയോ നമുക്ക് പറയാം. അതായത് മറ്റൊരു എൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് പേഴ്സണിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മെറ്റാ ആഡ് സർവീസ് ചെയ്തു കൊടുക്കുകയാണ് എന്ന് കരുതുക. അതിൽ നമുക്കിങ്ങനെ ഗസ് ചെയ്യാം. അതായത് അവർക്കൊരു പേജ് ഇല്ല അല്ലെങ്കിൽ ഒരു ആഡ് അക്കൗണ്ട് ഒന്നും ഇല്ല, ഒരു ഫ്രഷറാണ് എന്ന് നമ്മൾ കരുതാം. ആ സമയത്ത് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ് മാനേജറിൻ്റെ കീഴിൽ ഒരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവരുടെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ചെയ്യാം. ദെൻ
നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആവുന്ന അവരുടെ ഒരു പാർട്ട്ണർക്ക് ഈ ആഡ് അക്കൗണ്ടിൽ ആക്സസ് കൊടുക്കാം. ഇതാണ് ഒരു ഫസ്റ്റ് സെനാരിയോ എന്ന് പറയുന്നത്. സെക്കൻഡ് സെനാരിയോയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അടുത്തേക്ക് വരുന്ന ക്ലയന്റിന് ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഓൾറെഡി ഉണ്ട്, നമ്മളത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് സെനാരിയോയിൽ അവർ ഫ്രഷർ ആയിട്ടാണ് വരുന്നത്, ആഡ് അക്കൗണ്ട് ഇല്ല, ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്നും ഇല്ലാതെയാണ് അവർ വരുന്നത്. ഇവിടെ അവർക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് ഉണ്ട്. നമുക്ക് ഇവിടെ ചെയ്തു കൊടുക്കേണ്ടത് ആകെ എന്താണ്, ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ മീൻസ് അവരുടെ ഫേസ്ബുക്ക് പേജിലേക്കുള്ള ഒരു ആക്സസ് നമുക്ക് വേണം എന്നുള്ളതാണ്. ഈ ആക്സസ് നമ്മൾ നമ്മുടെ ബിസിനസ് മാനേജറിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് അവരത് അവിടെ നിന്ന് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ പേജിലേക്കുള്ള എന്ത് കിട്ടുന്നത്, ആക്സസ് കിട്ടുന്നത്. അപ്പം ഇതിന് ശേഷം നമുക്ക് ആ ഒരു ആക്സസ് കിട്ടുകയും പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട്, നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ അവരുടെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഇതിൻ്റെ പേയ്മെൻറ്റ് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സെനാരിയോ അതുപോലെ തന്നെ സെക്കൻഡ് സെനാരിയോയിലുള്ള കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്, ഈ ബിസിനസ് മാനേജർ നമ്മുടേതായിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ ക്ലയൻറ്റിൻ്റെ പേജിലേക്കുള്ള ആക്സസ് നമ്മൾ എടുക്കുകയും അവർക്കൊരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയും അതിലൂടെ അവർക്ക് വേണ്ടിയിട്ട് ആഡ് റൺ ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെനാരിയോസ് എന്ന് പറയുന്നത്. ഇനി തേർഡ് സെനാരിയോയിലേക്ക് വരാം. ഇവിടെ നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ വലിയ സ്കെയിലുള്ള, ഒരു ലാർജ് സ്കെയിലുള്ളൊരു ബിസിനസ് ഒക്കെ ആയിരിക്കാം. അപ്പം അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് മാനേജർ ഉണ്ടാവും. നമ്മൾ നമ്മുടെ ബിസിനസ് മാനേജർ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവും അവിടെ വരുന്നില്ല. അവരുടെ ബിസിനസ് മാനേജറിലേക്കുള്ള ആക്സസ് നമുക്ക് തരുന്നു. അതിൽ മേ ബി അവരുടേതായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള റൂൾസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള എന്താ പറയുക, കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള, നമ്മുടെ ഒരു കമ്പനിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് അവരുടെ ബിസിനസ് മാനേജറിൽ വർക്ക് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ തേർഡ് സെനാരിയോ വരുന്നത്. ഇത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിസാനൊക്കെ പോലെയുള്ള വലിയ കമ്പനികൾ അവരുടേതായിട്ടുള്ള ബിസിനസ് മാനേജറാണ് റൺ ചെയ്യുന്നത്. അതിൽ പല ആളുകൾ അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തുടങ്ങുക. അതായത് നിങ്ങളുടേതായിട്ടുള്ളൊരു ഫേസ്ബുക്ക് പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ നിങ്ങളുടെ സർവീസ് എന്താണോ, മേ ബി നിങ്ങൾക്ക് ആക്ച്വലി ഉണ്ടായിക്കൊള്ളുന്നില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ബിസിനസ് ഇന്ന ബിസിനസ്സാണ്, അതിന് വേണ്ടിയിട്ടുള്ളൊരു പേജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ദെൻ അതിൽ നിങ്ങളുടെ ലോഗോ, അതുപോലെ തന്നെ കവർ പേജ്, നിങ്ങളുടെ ബയോ തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. പ്രോസസ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ബാക്കി ആഡ് അക്കൗണ്ടിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.